Hello dear friends, welcome to RJ's Physics classes. Electromagnetic wave അതിൻ്റെ പാർട്ട് 4 അതാണ് ഇനി പറയാനുള്ളത്. സോ 3 പാർട്ട് നമ്മൾ പറഞ്ഞു. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ എനർജി, മൊമെൻറ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞത്. ഈ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യണത് ഇൻറ്റൻസിറ്റി എന്നുള്ള ടോപ്പിക്കിലാണ്. Intensity means energy per unit area in unit time. It's the energy of electromagnetic wave per unit area per unit time. Okay, unit area unit time വന്ന് ഹിറ്റ് ചെയ്യണ എനർജി, ആ എനർജിനെയാണ് നമ്മൾ എന്ത് വിളിക്കണത്? ഇൻറ്റൻസിറ്റി എന്ന് വിളിക്കണത്. ഓക്കെ, ആ ഏരിയയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ദാറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. ഇപ്പോൾ വേവ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് വേവ് മൂവ് ചെയ്യണതെങ്കിൽ ഈ വേവ് മൂവ് ചെയ്യണതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ് നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ എനർജി പെർ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം. ഓക്കെ, എനർജി പെർ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഈസ് ദ എനർജി ഇൻസിഡൻറ്റിങ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. എനർജി ബൈ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ അല്ലേ? സോ ഇൻറ്റൻസിറ്റിൻ്റെ അടുത്ത ഇക്വേഷൻ ആണ് പവർ ഡിവൈഡഡ് ബൈ ഏരിയ. ഇൻറ്റൻസിറ്റിൻ്റെ അടുത്ത ഇക്വേഷൻ ആണ് പവർ ഡിവൈഡഡ് ബൈ ഏരിയ. ഓക്കെ, ഇനി ഈ എനർജി എന്നുള്ളതിനെ നമുക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എഴുതിക്കൂടെ? ബൈ ഏരിയ ഇൻറ്റു ടൈം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ഇക്വേഷൻ കിട്ടും. ഫോഴ്സ് ബൈ ഏരിയ ഇസ് പ്രഷർ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ഈസ് വെലോസിറ്റി. സോ ഇൻറ്റൻസിറ്റിൻ്റെ അടുത്ത ഇക്വേഷൻ ആണ് pressure into velocity. Pressure into velocity. Okay, so intensity equal to force into displacement by area into time. So answer is pressure into velocity. ഇനി എനർജി എന്ന് പറഞ്ഞാൽ എനർജി ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ? എനർജി ഡെൻസിറ്റി ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ഇൻറ്റു വോളിയം ഏരിയ ഇൻറ്റു സി ടി. നമ്മൾ എഴുതിയിരുന്നു ദിസ് ഈസ് ദ എനർജി ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു ടൈം. ഓക്കെ, സോ ഏരിയ കട്ട് ചെയ്ത് പോവും, ടൈം കട്ട് ചെയ്ത് പോവും. ഇൻറ്റൻസിറ്റിയുടെ അടുത്ത ഇക്വേഷൻ ആണ് ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ഇൻറ്റു സി. ഓക്കെ, ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ഇൻറ്റു സി. ഇൻറ്റൻസിറ്റി ഈസ് എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. എനർജി ബൈ ടൈമിനെ നമ്മൾ വിളിക്കണ പേരാണ് പവർ. സോ ഇൻറ്റൻസിറ്റി ഈസ് പവർ ഡിവൈഡഡ് ബൈ ഏരിയ. ഓക്കെ, പവർ ബൈ ഏരിയ ആണ് ഇൻറ്റൻസിറ്റി. എനർജിക്ക് പകരം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ബൈ ഏരിയ ഇൻറ്റു ടൈം. ഫോഴ്സ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രഷർ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. സോ ഇൻറ്റൻസിറ്റി ഈക്വൽ ടു പ്രഷർ ഇൻറ്റു വെലോസിറ്റി. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എനർജി ബൈ ഏരിയ ഇൻറ്റു ടൈം. എനർജിയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതി ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ഇൻറ്റു എ സി ടി, എനർജി ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഓക്കെ, ദെൻ ബൈ എ ടി വന്നപ്പോൾ എ വെട്ടിപ്പോയി, ടി ക്യാൻസൽ ചെയ്ത് പോയി. അപ്പം നമുക്ക് ആൻസർ കിട്ടുക ഹാഫ് എപ്സിലോൺ 0 സ്ക്വയർ ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ഇൻറ്റു സി. ഓക്കെ, ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ ഇൻറ്റു സി. ഇതാണ് ഇൻറ്റൻസിറ്റീൻ്റെ അടുത്ത ഇക്വേഷൻ. പറഞ്ഞ ഐഡിയ ക്ലിയർ ആയില്ലേ? ഇൻറ്റൻസിറ്റി ഈക്വൽ ടു എനർജി പെർ യൂണിറ്റ് ഏരിയ ഇൻ യൂണിറ്റ് ടൈം. ഓക്കെ, ദെൻ നിക്കോൾ ആൻഡ് ഹൾ എന്ന് പറഞ്ഞ രണ്ട് സയൻറ്റിസ്റ്റുകൾ റേഡിയേഷൻ പ്രഷർ എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടുപിടിച്ചിരുന്നു. ഭൂമിയുടെ മുകളിൽ 1 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയിലെ യൂണിറ്റ് ടൈമിൽ വന്നിടിക്കണ എനർജി എത്രയെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ NCERT അതിൻ്റെ ആൻസർ വ്യക്തമായിട്ട് EM വേവ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സണ്ണിൻ്റെ റേഡിയേഷൻ അത് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്.
ഉറപ്പല്ലേ? അവിടുന്ന് ഹീറ്റും ഒക്കെ ഇങ്ങോട്ട് എത്തി, ലൈറ്റൊക്കെ ഇങ്ങോട്ട് എത്തുന്നുണ്ടല്ലോ. സോ സൺ അത്രയും എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് മുകളിൽ നമ്മളെ ശരീരത്തിലേക്ക്. പക്ഷെ നമുക്കതിൻ്റെ എഫക്റ്റുകളൊന്നും വല്ലാണ്ട് കിട്ടണില്ല. എന്തുകൊണ്ടാ? നമുക്ക് ആ എനർജീൻ്റെ എഫക്റ്റുകൾ നമ്മളത് ഇടിച്ച് തെറിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? സണ്ണിൽ നിന്ന് എനർജി വരുന്നുണ്ടെന്ന് ഉറപ്പല്ലേ? ആ എനർജി അല്ലേ ഭൂമിനെ ചൂടാക്കണത്. വെരി സിമ്പിൾ. നമ്മളെ മൂവ് ചെയ്യിക്കണമെങ്കിൽ അവിടെ മൊമെൻറ്റം വേണം. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എനർജി ബൈ സി ആണ്. സീൻ്റെ വാല്യൂ വല്ലാണ്ട് കൂടുതലാണ് ഈ എനർജീനെ അപേക്ഷിച്ച്. അപ്പം നമ്മളെ ശരീരത്തിൽ വരുന്ന ഇമ്പാക്റ്റ് ചെയ്യണ മൊമെൻറ്റം എന്ത് മാത്രമേ വരുള്ളൂ? വളരെ ചെറുത് മാത്രമേ വരുള്ളൂ. അതുകൊണ്ടാണ് നമുക്കത് വല്ലാണ്ട് അഫക്റ്റ് ചെയ്യാത്തത്. ഓക്കെ, സോ എനർജി ബൈ സി ആണ് മൊമെൻറ്റം. ആ സി എന്നുള്ള ക്വാണ്ടിറ്റി വലുതായതുകൊണ്ട് നമ്മളെ മേത്ത് അതിന് ഡോമിനൻ്റ് റോളുകൾ ഒന്നും വരില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ പറഞ്ഞ ഐഡിയാസ് കൃത്യമായിട്ട് മനസ്സിലായോ എന്നൊന്ന് ചെക്ക് ചെയ്യൂ. ഈ പറഞ്ഞ ഇക്വേഷൻ ഇൻറ്റൻസിറ്റി, ഓക്കെ, ആ ഇൻറ്റൻസിറ്റി എന്നുള്ള വാല്യൂ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണോ? എനർജി ബൈ ഏരിയ ഇൻറ്റു ടൈം ഓർ ഇറ്റ് ഈസ് പവർ ബൈ ഏരിയ. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ഏരിയ ഇൻറ്റു ടൈം. ഓക്കെ, ദെൻ പവർ ബൈ ഏരിയ, പ്രഷർ ഇൻറ്റു വെലോസിറ്റി, എനർജി ബൈ ഏരിയ ഇൻറ്റു ടൈം ഓർ ഹാഫ് എപ്സിലോൺ 0 ഇ സ്ക്വയർ. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു 1903 നിക്കോൾസ് ആൻഡ് ഹൾ എന്ന് പറഞ്ഞ രണ്ട് സയന്റിസ്റ്റുകൾ 1 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയയിൽ എത്ര എനർജി വന്നിടിക്കും? ഓക്കെ, അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് 7 × 10⁻⁻⁶. ഓക്കെ, 7 × 10⁻⁻⁶ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. ദാറ്റ് വാസ് ദി റേഡിയേഷൻ പ്രഷർ ഓർ ദാറ്റ് ഈസ് ദ റേഡിയേഷൻ പ്രഷർ. ഓക്കെ, സോ സണ്ണിൽ നിന്ന് എനർജി എമിറ്റ് ചെയ്യണ റേഡിയേഷൻ പ്രഷറിന്റെ ഇക്വേഷൻ ആണ് പറഞ്ഞത്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. 7 × 10⁻⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് എന്ത് വന്നത്? റേഡിയേഷൻ പ്രഷർ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി. ഐഡിയ ക്ലിയർ അല്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. സോ ഇൻറ്റൻസിറ്റി എന്നുള്ള ക്വാണ്ടിറ്റി നമുക്കറിയാം, നോ പ്രോബ്ലം. ഇനി ഈ ടോപ്പിക്കിൽ തന്ന വർക്ക്ഡ് ഔട്ട് ക്വസ്റ്റ്യൻസ്, ഞാൻ ആ ക്വസ്റ്റ്യൻ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എഴുതിയിട്ടു. ഓക്കെ, ചെയ്ത് നോക്കാം. Electromagnetic wave of frequency 25 megahertz travel in the positive x direction. Electromagnetic wave of 25 megahertz travel in the positive x direction. Okay, travels in the positive x direction. At a point, electric field is 6.3 J cap Newton per Coulomb. Find magnetic field at that point. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ട്. ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ഫ്രീക്വൻസി 25 മെഗാഹേർട്സ് ആണ്. അത് സഞ്ചരിക്കണത് എക്സ് ഡിറക്ഷനിലാണ്. ആ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് സഞ്ചരിക്കണത് എക്സ് ഡിറക്ഷനിലാണ്. ഒരു പോയിന്റിൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് തന്നത് 6.3 J cap ന്യൂട്ടൺ പെർ കൂളം. ഫൈൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാലോ E/B = C അല്ലേ? E/B = C. ഓക്കെ, സോ അപ്പൊ B എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക നോക്കിയേ? B = E/C എന്ന് പറഞ്ഞാൽ 6.3 ഡിവൈഡഡ് ബൈ 3 × 10⁸. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 6.3/3 എന്ന് പറഞ്ഞാൽ 2.1 × 10⁻⁻⁸. ഇലക്ട്രിക് ഫീൽഡ് y ഡിറക്ഷനിലാണ്. ഇലക്ട്രിക് ഫീൽഡ് y ഡിറക്ഷനിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡിറക്ഷനിലാണെങ്കിലാണ് വെലോസിറ്റി എക്സിലേക്ക് വരിക? J cross which quantity gives I? No doubt J cross K = I. അപ്പോൾ ഇത് വരേണ്ടത് എങ്ങനെയാണ്? K എന്നുള്ള ഡയറക്ഷനിലാണ്. This will be the answer. So very simple question. NCERTയിലെ വർക്ക്ഡ് ഔട്ട് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആ ഒരു ലോജിക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് മാത്രം. ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ തന്നാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ കാണാൻ E/B = C. ഓക്കെ, ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ തന്നു.
ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഏത് ഡയറക്ഷനിലാണ് പ്രോപ്പഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണെന്ന് ഈസി ആയിട്ട് കണ്ടൂടെ? കാരണം ഈ ക്രോസ് ബീന്റെ ഡയറക്ഷനിലാണ് ലൈറ്റ് സഞ്ചരിക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ കിട്ടും 2.1 into 10⁻⁻8 K ടെസ്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ പറഞ്ഞ്? ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ. The magnetic field is given by 2 into 10⁻⁻7 sin 0.5 into 10 cube x plus 1.5 into 10⁻11 t Tesla. Find wavelength and frequency and write down the equation for electric fields. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് അതിൽ. ഒന്ന് ഈ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് വേവ് ലെങ്ത്തും ഫ്രീക്വൻസിയും കാണാൻ, രണ്ടാമത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതാൻ. ഇറ്റ് ഈസ് ഓഫ് ദി ഫോം by equal to b0 sin kx plus omega t. b0 sin kx plus omega t ആ ഫോമിലാണ് ഇവിടെ വാല്യൂ തന്നത്. സംശയമില്ലല്ലോ? ഓക്കെ, ഇനി ഈ ഇക്വേഷന്റെ സ്പെഷ്യാലിറ്റി ആലോചിച്ച് നോക്കിയേ. കെ എന്നുള്ളതിന് പകരം 0.5 into 10 ക്യൂബ് ആണ്. കെ എന്ന് പറഞ്ഞാൽ 2π/λ. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf. ഓക്കെ, ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf. സോ ജസ്റ്റ് ഒന്ന് ആലോചിക്കോളൂ. 2π/λ ഈക്വൽ ടു 0.5 into 10 cube. So lambda is equal to 2π/0.5 into 10 cube. എന്ന് പറഞ്ഞാൽ lambda equal to 4π into 10⁻³ മീറ്റർ. വേവ് ലെങ്ത്തിന്റെ ആൻസർ ആയില്ലേ? കെ എന്ന് പറഞ്ഞ 2π/λ ആണ്. 2π/λ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി 0.5 into 10 cube. അപ്പം നമുക്ക് ലാംഡ കിട്ടും 2π/0.5 into 10 cube. 0.5 എന്ന് പറഞ്ഞാൽ 1/2. അത് മുകളിലേക്ക് പോകുമ്പോൾ 4π into 10⁻⁻3. ഇതാണ് നമുക്ക് ആൻസർ കിട്ടുക. ഇനി b0 sin kx plus omega t. സോ ഒമേഗ എന്ന് പറഞ്ഞ 2πf. That is equal to 1.5 into 10⁻11. So f is equal to 1.5 into 10⁻11 divided by 2π. ഓക്കെ, ഇതിൻ്റെ ആൻസർ NCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് 23.9 GHz. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റണ ഒരു ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, ബുദ്ധിമുട്ടില്ലാണ്ട് കണ്ടുപിടിക്കാൻ പറ്റണ ക്വാണ്ടിറ്റിയാണ്. സോ അതിൻ്റെ ആൻസർ മാത്രം ഞാൻ അവിടെ എഴുതിയിട്ടു. ഓക്കെ, ഇനി അടുത്ത നമ്മളോട് കാണാൻ പറയുന്നത് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം E0 കണ്ടുപിടിക്കലാണ്. E/B എന്ന് പറഞ്ഞ C ആണല്ലോ. അപ്പോൾ E0 എന്ന് പറഞ്ഞാൽ B0 into C means 2 into 10⁻⁻7 into 3 into 10⁻8. We will get the answer 60. 2 into 10⁻⁻7 into 3 into 10⁻8. Answer is 60. So E equal to 60 sin. ബാക്കിയൊക്കെ അതുപോലെ തന്നെ അല്ലേ? കാരണം ഒരേ ഫേസ് അല്ലേ? 0.5 into 10 cube x plus 1.5 into 10⁻11 t. യൂണിറ്റ് മാത്രമാണ് മാറ്റി കൊടുക്കുക, ന്യൂട്ടൺ പെർ കൂളം. എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടിയെന്ന് മനസ്സിലായില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. ആ വേവിൻ്റെ ജനറൽ ഇക്വേഷൻ എന്താണെന്ന് ആലോചിക്കാം. ബി എന്ന് പറഞ്ഞാൽ b0 sin kx plus omega t or kx minus omega t. ഇതിലേതോ ഫോമിലാണ് ആ ഇക്വേഷൻ വന്നിട്ടുണ്ടാവുക. k എന്ന് പറഞ്ഞാൽ 2π/λ ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്. സ്വാഭാവികമായിട്ടും ഈ ഇക്വേഷൻ ചെക്ക് ചെയ്യുമ്പോൾ 2π/λ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് 0.5 into 10 cube. അത് നമുക്ക് ലാംഡേൻ്റെ വാല്യൂ കിട്ടും 4π into 10⁻³ മീറ്റർ. ക്ലിയർ അല്ലേ? ഇനി
ഒമേഗ എന്ന് പറഞ്ഞ 2πf ആണ്. അതിന്റെ വാല്യൂ തന്നു 1.5 into 10 raised to 11. അന്ന് എഫ് കിട്ടും 1.5 into 10 raised to 11 by 2π. അതിന്റെ വാല്യൂ നിങ്ങൾ ചെയ്ത് നോക്കുക. 2 into 3.14 എന്ന് പറഞ്ഞാൽ 1.5 ഡിവൈഡഡ് ബൈ എന്ത് വരും? 6.28. പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? ഓക്കെ, അതിന്റെ ആൻസർ അവർ തന്നത് 23.9 GHz. അത് ഞാൻ നിങ്ങൾക്ക് അതേപോലെ തന്നു എന്ന് മാത്രം. പിന്നെ ചോദിച്ചത് റൈറ്റ് ദ ഇക്വേഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതാനാണ് ആവശ്യപ്പെട്ടത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതാൻ സിമ്പിൾ ആണ്. ആദ്യം E0 കാണുക. B0 into C. B0 2 into 10 raised to -7 into C 3 into 10 raised to 8. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 60. 60 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണി എളുപ്പമല്ലേ? E0 sin kx plus omega t. ഈ സൈന് മുതൽക്കുള്ളതിൽ നോ ചേഞ്ച്, ഓൺലി ദ യൂണിറ്റ് വിൽ ചേഞ്ച്. ഇൻസ്റ്റെഡ് ഓഫ് B0 വി ആർ യൂസിങ് E0, ദാറ്റ്സ് ഓൺലി ചേഞ്ച്. ഓക്കെ, പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലൈറ്റ് എനർജി ഫ്ലക്സ് is given by 18 watt per centimeter square. If area of cross section is 20 centimeter square, find the force exerted for a time span of 30 minutes. ഇതാണ് question. Okay, in the case of electromagnetic wave, energy flux is given by 18 watt per centimeter square through a particular area of cross section of 20 centimeter square. Find the force exerted for a time span of 30 minutes. So we have to find out force. Okay, അപ്പോൾ അതിന് 1 സെന്റിമീറ്റർ സ്ക്വയറിൽ 18 വാട്ടാണ്. അവിടെ മൊത്തം വന്നിടിച്ച എനർജി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ടോട്ടൽ എനർജി. ഓക്കെ, 1 സെന്റിമീറ്റർ സ്ക്വയറിൽ 18 വാട്ട്. അങ്ങനത്തെ 20 സെന്റിമീറ്റർ സ്ക്വയർ അവിടെ ഉണ്ട്. ഓക്കെ, ഇതൊരു സെക്കൻഡിലാണ് ഈ ഫ്ലക്സ് എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി വന്ന് ഇടിച്ച്. സോ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 30 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 30 into 60. ഓക്കെ, സോ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടുക 6.48 into 10 raised to 5 എന്നുള്ളതാണ്. ഇത്രയും ജൂൾ. ഇതാണ് നമുക്ക് ടോട്ടൽ എനർജി കിട്ടുക. ഓക്കെ, 18 വാട്ട് പെർ സെന്റിമീറ്റർ സ്ക്വയർ യൂണിറ്റ് ടൈമിൽ വന്നിരിക്കണ എനർജിയാണ്. ഓക്കെ, 1 സെന്റിമീറ്റർ സ്ക്വയറിൽ 18 വാട്ട്. അത് ഇവിടുന്ന് യൂണിറ്റ് ടൈം എന്ന് പറയാൻ കാരണം എനർജി പെർ സെക്കൻഡ് അല്ലേ പവർ എന്ന് വിളിക്കണത്? പവറിന്റെ ക്വാണ്ടിറ്റി അല്ലേ വാട്ട്? എനർജി പെർ യൂണിറ്റ് ടൈം. ഓക്കെ, സോ 18 into 20 into 30 into 60. അപ്പം നമുക്ക് ആൻസർ കിട്ടുക 6.48 into 10 raised to 5 ജൂൾ. ഓക്കെ, എനർജി കിട്ടിയാൽ മൊമെന്റം കിട്ടും. എനർജി ബൈ സി എന്ന് പറഞ്ഞാൽ 6.48 into 10 raised to 5 divided by 3 into 10 raised to 8. അപ്പം നമുക്ക് മൊമെന്റത്തിന്റെ ആൻസർ കിട്ടുക 2.16 into 10 raised to -3. ഇതിന്റെ ആൻസർ ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടുക 6.48 ഡിവൈഡ് ബൈ 3 2.16. ഇതിന്റെ രണ്ടിനെ സോൾവ് ചെയ്യുമ്പോൾ 10 raised to -3 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് നമുക്ക് അവിടുത്തെ ആൻസർ കിട്ടുക. എന്തിനപ്പം നമ്മൾ മൊമെന്റം കണ്ടുപിടിച്ചേ? സിമ്പിൾ ആണ്. ഫോഴ്സ് പറഞ്ഞ മൊമെന്റം ബൈ ടൈം അല്ലേ? ഓക്കെ, സോ ഫോഴ്സ് ഈസ് മൊമെന്റം ബൈ ടൈം. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ കിട്ടുക? 2.16 into 10 raised to -3 divided by 30 into 60. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടുക 1.2 into 10 raised to -6 ന്യൂട്ടൺ. 1.2 into 10 raised to -6 ന്യൂട്ടൺ. എനർജി ഫ്ലക്സ് നമുക്ക് തന്നു. അതിൽ നിന്ന് ടോട്ടൽ എനർജി കണ്ടു. ടോട്ടൽ എനർജി ബൈ സി കണ്ട മൊമെന്റം കിട്ടും. മൊമെന്റം ബൈ ടൈം കണ്ട ഫോഴ്സ് കിട്ടും. സോ ഈ 3 ക്വസ്റ്റ്യനും വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത ടോപ്പിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്.
properties of electromagnetic waves. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നാണ്. ഓക്കെ, ഒന്നാമത്തെ പ്രോപ്പർട്ടി, all members in electromagnetic wave have the same velocity. ആ വെലോസിറ്റി എത്ര നമുക്കറിയാം, c in free space. All members in electromagnetic spectrum, okay, all members in electromagnetic waves have the same velocity c in vacuum or in free space. Okay, free space അല്ലെങ്കിൽ വാക്വത്തിലൂടെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും ഒരേ വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുക. ആ വെലോസിറ്റി 3 into 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, രണ്ടാമത്തെ പ്രോപ്പർട്ടി, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് are produced due to varying or oscillating electric and magnetic fields. Okay, so varying electric field is a source of magnetic field, varying magnetic field is a source of electric field, so it can easily move through free space. അതിന് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ സ്പേസിലൂടെ നീങ്ങാം. മൂന്നാമത്തെ പ്രോപ്പർട്ടി, വൈബ്രേഷൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആർ perpendicular to each other and perpendicular to direction of propagation of the wave. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് വൈബ്രേറ്റ് ചെയ്യുക, ആൻഡ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് propagation of the wave. Okay, so they are transverse. Electromagnetic wave in a transverse character ആണുള്ളത്. Okay, both electric and magnetic fields are in same phase. Both electric and magnetic fields are in same phase. Electric and magnetic ഫീൽഡുകൾക്ക് ഒരേ ഫേസ് ഉണ്ടാവുക. kx മൈനസ് ഒമേഗ ടി is the phase. ഓക്കെ, ഇനി അഞ്ചാമത്തെ, EM waves carries energy. EM waves carries energy and their energy density UE half epsilon 0 E square UB B square by 2 mu 0. Okay, then the total average energy of electromagnetic wave is due to average energy density of electric and magnetic fields. Okay, so total average energy density is UE plus UB. The energy equally shared by electric and magnetic fields. Energy എന്ന് പറയുന്നത് equally shared by electric and magnetic fields ആണ്. സംശയമില്ലല്ലോ? Okay, ഇനി the energy density. EM waves carries momentum and it is given by U by C, energy by C. So electromagnetic wave energy carry ഉണ്ട്, അതേപോലെ എന്തും carry ഉണ്ട്, momentum carry ഉണ്ട്. Okay, അടുത്തത്, EM waves obeys properties like reflection
refraction, interference, diffraction and polarization. ഇത്രയും പ്രോപ്പർട്ടീസ് ഇലക്ട്രോമാഗ്നെറ്റിക് വേവ് ഒബേ ചെയ്യും. ഇലക്ട്രോമാഗ്നെറ്റിക് വേവ് ഒബേസ് റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഇന്റർഫറൻസ്, ഡിഫ്രാക്ഷൻ ആൻഡ് പോളറൈസേഷൻ എന്ന് പറഞ്ഞ വേവിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ഒബേ ചെയ്യുന്നുണ്ട്? ഇലക്ട്രോമാഗ്നെറ്റിക് വേവ് ഒബേ ചെയ്യും. പോളറൈസേഷൻ ട്രാൻസ്വേഴ്സ് വേവിന് മാത്രമുള്ളതാണ്. അതും ഒബേ ചെയ്യും? ഇലക്ട്രോമാഗ്നെറ്റിക് വേവ് ഒബേ ചെയ്യും. ഓക്കെ, then the optical effects are due to electric field vector. Optical effects are due to electric field vector since A is very much greater than B. ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ എന്നുള്ളത് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടറിനേക്കാൾ ഒരുപാട് വലുതാണ്. സോ ഒപ്റ്റിക്കൽ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക ആരാണ്? ഇലക്ട്രിക് ഫീൽഡ് ആണ്, മോർ ദാൻ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഈ പറഞ്ഞ ഐഡിയയും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. ഓക്കെ, ഇതിൽ E/B = C എന്നുള്ളൊരു ഇക്വേഷനും കൂടെ നമ്മളെ ഓർമ്മയിൽ ഉണ്ടാക്കുക. ഓക്കെ, സോ ഈ പ്രോപ്പർട്ടീസ് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഈ പ്രോപ്പർട്ടീസ് ഫുൾ ഒന്ന് നോക്കുക. ഇത്രയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്നുള്ള ചാപ്റ്ററിന്റെ 2 പാർട്ടാണ് ശരിക്കുള്ളത്. ഒന്ന് ഈ പറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ പ്രൊഡക്ഷൻ. ഓക്കെ, പിന്നെ വരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. സോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്നുള്ള പാർട്ട് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത പാർട്ടിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രമാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ പറ്റിയിട്ടുള്ള കൃത്യമായ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. ഓക്കെ, സോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ അമർത്തും. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. സോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ അടുത്ത വീഡിയോ വരേക്കും ബൈ.